നല്ല ഭക്ഷണം, വ്യായാമം എന്നിവയെല്ലാം ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ മിനറൽ ബാലൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മെജോറിറ്റി കമ്പനികളും വൈറ്റമിൻ ഡെഫിഷ്യൻസി, ന്യൂട്രീഷൻ, ഹെയർ ആൻഡ് സ്കിൻ ന്യൂട്രീഷൻ, പ്രോട്ടീൻ എന്നിങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും മിനറൽ സപ്ലിമെന്റേഷൻ അത്ര ഫോക്കസ് കൊടുക്കാറില്ല. എന്നാലാകട്ടെ ഭൂരിപക്ഷം ജനങ്ങളും മിനറൽ ഡെഫിഷ്യൻസി അനുഭവിക്കുന്നുമുണ്ട്. എന്താണ് മിനറൽസ്? ഭൂമിയിൽ നാച്ചുറലായി ഉണ്ടാകുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസിനെയാണ് ജനറലി മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, ക്ലോറൈഡ്, മെഗ്നീഷ്യം, അയോൺ, സിങ്ക്, അയഡിൻ എന്നിങ്ങനെ ഒരുപാട് മിനറൽസ് ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ മിനറൽസിന്റെ ആവശ്യകത എന്താണ്? ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ 60-ൽ പരം മിനറൽസ് ആവശ്യമുണ്ട്. എല്ലുകളുടെയും മസിൽസിന്റെയും ഹൃദയത്തിന്റെയും ബ്രെയിനിന്റെയും പ്രവർത്തനത്തിനും എൻസൈംസ്, ഹോർമോൺസ് എന്നിവയുടെ പ്രവർത്തനത്തിനും മിനറൽസ് അത്യാവശ്യമാണ്. ശരീരത്തിൽ വെള്ളത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡി ആൽക്കലൈൻ ആക്കാനും മിനറൽസ് അത്യാവശ്യമാണ്. ഭക്ഷണത്തിലൂടെ പലപ്പോഴും 16 മുതൽ 18 മിനറൽസ് വരെ ലഭിക്കുന്നുള്ളൂ. ഭൂമിയും വെള്ളവുമാണ് മിനറൽസിന്റെ ഉറവിടം. എന്നാൽ നിരന്തരമായുള്ള കൃഷി, മണ്ണൊലിപ്പ് തുടങ്ങിയവയെല്ലാം ഭൂമിയിലെ മിനറൽസിന്റെ കോൺസെൻട്രേഷൻ കുറയാൻ കാരണമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലും മിനറൽസിന്റെ സാന്നിധ്യം വളരെ കുറഞ്ഞു വരുന്നു. ഉദാഹരണത്തിന്, മണ്ണിൽ അയോൺ കണ്ടന്റ് ഇല്ലാതെ ചീരയിൽ എങ്ങനെ അയോൺ ഉണ്ടാകും? ശരീരം നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണല്ലോ. ഈ കോശങ്ങൾ ചേർന്ന് ടിഷ്യൂസ് രൂപപ്പെടുകയും ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് രൂപപ്പെടുകയും അത് ഓർഗൻ സിസ്റ്റമായി മാറുകയും ചെയ്യുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങി നിരവധി ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നാണ് ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. ശരീരത്തിന്റെ ബേസിക് യൂണിറ്റായ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ മിനറൽസ് അത്യാവശ്യമാണ്. ശരീരത്തിന്റെ അകത്തും പുറത്തും ബോഡി ഫ്ലൂയിഡ്സിനെ കൺട്രോൾ ചെയ്യാനും കഴിക്കുന്ന ഭക്ഷണത്തെ എനർജിയാക്കി മാറ്റാനും മിനറൽസ് അത്യാവശ്യമാണ്. ഒരു ഉദാഹരണം നോക്കാം. സൺലൈറ്റിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D2 ലഭിക്കുന്നു. നമ്മുടെ സ്കിൻ അതിനെ വൈറ്റമിൻ D3 ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ശരീരത്തിലെ കാൽഷ്യം, മെഗ്നീഷ്യം എന്നീ മിനറൽസ് ആണ് വൈറ്റമിൻ D3യെ ശരീരത്തിന്റെ ആഗിരണം ചെയ്യാനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനറൽസിന്റെ അഭാവം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ സപ്ലിമെന്റ്സിൽ നിന്നോ ഉള്ള വൈറ്റമിൻസ് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരികയും അതുമൂലം നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യന്റും ആകുന്നു. മിനറൽസിന്റെ അഭാവം മൂലം നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അയഡിന്റെ കുറവ് നമ്മെ ഗോയിറ്റർ രോഗിയാക്കുന്നു. അനീമിയയുടെ കാരണം അയോൺ ഡെഫിഷ്യൻസിയാണ്. സിങ്കിന്റെ അഭാവമാണ് പലപ്പോഴും ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസന്റ് ചെയ്യുന്നു എ റെവല്യൂഷണറി ഹെൽത്ത് സപ്ലിമെന്റ്, വെസ്റ്റീജ് പ്രൈം കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് അഥവാ CMD. എന്താണ് CMD? ഇതൊരു നാച്ചുറൽ സീ മിനറൽ സപ്ലിമെന്റ് ആണ്. USA-യിലെ യൂറ്റ എന്ന സാൾട്ട് ലേക്ക് വാട്ടറിൽ നിന്നുമാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. MRI എന്ന US കമ്പനിയുടെ CEO ബ്രൂസ് ആൻഡേഴ്സൺ CMD-യുടെ ചരിത്രം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. 1968-ൽ USA-യിലെ യൂറ്റ ലേക്കിന് സമീപത്ത് താമസിച്ചിരുന്ന ആൻഡേഴ്സൺ ഫാമിലിയാണ് ഇതിൽ ആദ്യമായി റിസർച്ച് തുടങ്ങിയത്. ഹാർട്ട്ലി ആൻഡേഴ്സൺ 1968-ൽ ഡോക്ടർ ജോർജ് W. ക്രെയിൻ സീ വാട്ടറിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് എഴുതിയിരുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ സീരീസ് വായിക്കാനിടയായി. ഡോക്ടർ ജോർജ് ക്രെയിൻ ഒരു മെഡിക്കൽ ഡോക്ടറും സൈക്കോളജിസ്റ്റുമായിരുന്നു. അമേരിക്കയിൽ അന്ന് ആളുകൾ നേരിട്ട് കൊണ്ടിരുന്ന ഡീജനറേറ്റീവ് ഡിസീസസിന്റെ മൂലകാരണം മിനറൽ ഡെഫിഷ്യൻസിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. സപ്ലിമെന്റേഷനും കുറച്ച് സീ വാട്ടറും ഡെയിലി ഉപയോഗിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. ആ സമയത്ത് യൂറ്റ ലേക്കിന്റെ സമീപത്ത് താമസിച്ചിരുന്ന ആൻഡേഴ്സൺ ഫാമിലി ഈ ആർട്ടിക്കിൾ വായിക്കാനിടയായി. കടൽ വെള്ളത്തിനേക്കാളും 6 മുതൽ 10 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു യൂറ്റ ലേക്കിലെ വാട്ടർ. അവരുടെ നൈബർ ആയിരുന്ന ഫേൺ ഫോവേഴ്സ് അന്ന് കഠിനമായ കാൽമുട്ട് വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവിക്കുന്നുണ്ടായിരുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോലും ഫേൺ ബുദ്ധിമുട്ടിയിരുന്നു. കോൺസെൻട്രേറ്റഡ് യൂറ്റ സാൾട്ട് ലേക്ക് വാട്ടർ പരീക്ഷിക്കാൻ തയ്യാറാണോ എന്ന് മിസ്റ്റർ ആൻഡേഴ്സൺ അവരോട് ചോദിക്കുകയും അവർ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി സമ്മതിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, വളരെ അത്ഭുതകരമായ റിസൾട്ട് ആയിരുന്നു അന്നുണ്ടായത്. ഈ സംഭവത്തിന് ശേഷം അതിശക്തമായ റിസർച്ച് നടത്തി ആൻഡേഴ്സൺ കപ്പിൾസ് ന്യൂട്രീഷനിലെ ഒരു പവർഫുൾ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. വെള്ളം മലമുകളിൽ നിന്നും വൈറ്റൽ മിനറൽസിനെയും കൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. കടൽ വെള്ളത്തിലെ മിനറൽ ബാലൻസ് മനുഷ്യ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സിന്റെ മിനറൽ ബാലൻസുമായി സാമ്യതയുള്ളതാണ്. ഡോക്ടർ ഫോറസ്റ്റ് നീൽസണും USDAയും ഒരുമിച്ച് പറയുന്നു, കടൽ വെള്ളത്തിലെ ഓരോ മിനറൽസും മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമുള്ളതാണെന്ന്. മിനറൽ റിസോഴ്സ് ഇന്റർനാഷണൽ അഥവാ MRI എന്ന കമ്പനി ഒരു രീതിയിലും ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ടെക്നിക്സ് ഉപയോഗിക്കുന്നില്ല. നാച്ചുറൽ ഇവാപ്പറേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ടെക്നിക്കിലൂടെ വെള്ളത്തിലെ 99% സോഡിയം കളയുകയും മറ്റ് ട്രേസ് മിനറൽസ് കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്യുന്നു.
ഏകദേശം 50 ലിറ്റർ ലേക്ക് വാട്ടർ 2 വർഷം സമയമെടുത്ത് പ്രോസസ് ചെയ്യുമ്പോഴാണ് 1 ലിറ്റർ CMD ലഭിക്കുന്നത്. വെസ്റ്റീജ് പ്രൈം CMD ഐഡിയലി ബാലൻസ്ഡ് ആണ്. ഇതിലെ മിനറൽസ് അയോണിക് അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഫോമിലാണുള്ളത്. ഗ്രാസ് അഥവാ ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് സർട്ടിഫൈഡുമാണിത്. ടോക്സിക്കോളജി എക്സ്പേർട്സിന്റെ ഒരു പാനൽ തന്നെ CMDയെ റിവ്യൂ ചെയ്തതിനു ശേഷം ലോങ് ടേം യൂസ് ചെയ്യുന്നതിൽ ഈ പ്രോഡക്റ്റ് സേഫ് ആണ് എന്ന് ഉറപ്പിച്ചിട്ടുമുണ്ട്. വെസ്റ്റീജ് പ്രൈം CMD എങ്ങനെ വ്യത്യസ്തമാകുന്നു? യൂട്ടയിലെ സാൾട്ട് ലേക്കിൽ നിന്നുമുള്ള വൺ ആൻഡ് ഓൺലി CMD ആണ് വെസ്റ്റീജ് പ്രൈം CMD. ഇത് AVA അഥവാ അമേരിക്കൻ വെജിറ്റേറിയൻ അസോസിയേഷൻ അപ്രൂവ്ഡ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഹലാൽ സർട്ടിഫൈഡ് ആണ്, കോസ്വർ, ഗ്രാസ്, NSF എന്നീ സർട്ടിഫിക്കേഷൻസും ഉണ്ട്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് CMD ഉപയോഗിച്ച് ഒരു റിസർച്ച് നടത്തി. നോർമൽ ഹ്യൂമൻ ബ്ലഡ് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ നടത്തിയപ്പോൾ അതൊരു ക്ലോട്ടഡ് ഫോമിലാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ CMD ഉപയോഗിച്ചതിനു ശേഷം ബ്ലഡ് ഫ്രീ ആയി ഫ്ലോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂട്രിയൻ അബ്സോർപ്ഷനും ട്രാൻസ്പോർട്ടേഷനും ഈസിയാക്കിയിരിക്കുന്നു. വെസ്റ്റീജ് പ്രൈം CMD തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു, ടോട്ടൽ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും മസിൽ ഫംഗ്ഷനിങ്ങും സ്മൂത്തനിങ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു, സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ശരീരത്തെ ആൽക്കലൈൻ ആക്കി മാറ്റാനും വെസ്റ്റീജ് പ്രൈം CMD സഹായിക്കുന്നു. ബോഡി അസിഡിക് ആണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വെസ്റ്റീജ് പ്രൈം CMD വെള്ളത്തെ ആൽക്കലൈൻ ആക്കുന്നു. ആൽക്കലൈൻ വെള്ളം ഉപയോഗിച്ചാൽ ശരീരത്തിലെ ഗുഡ് ബാക്ടീരിയയുടെ വളർച്ച മെച്ചപ്പെടുത്തുന്നു. ആൽക്കലൈൻ വാട്ടറിന്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ്. സ്ട്രെസ്, ഡയറ്റ്, പൊല്യൂഷൻ, ബോട്ടിൽഡ് വാട്ടർ എന്നിവയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഓരോ കോശങ്ങളെയും ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുക വഴി രോഗങ്ങൾക്കെതിരെ പൊരുതാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നു. ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മെച്ചപ്പെടുത്തുക വഴി എനർജറ്റിക് ആയിരിക്കാനും സഹായിക്കുന്നു. ആവശ്യ പോഷകങ്ങളെ വലിച്ചെടുക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ മെച്ചപ്പെടുത്തുന്നു. ആൽക്കലൈൻ വാട്ടർ നെഗറ്റീവ്ലി ചാർജ്ഡും ആന്റി ഓക്സിഡന്റുമാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന സെല്ലുലാർ ആൻഡ് DNA ഡാമേജ് തടയാനും സഹായിക്കുന്നുണ്ട്. വെസ്റ്റീജ് പ്രൈം CMD 1 ലിറ്റർ വെള്ളത്തിലേക്ക് 7 ഡ്രോപ്സ് വീതം ആഡ് ചെയ്ത് ദിവസം 3 നേരം കുടിക്കുക. മെറ്റൽ പാത്രങ്ങളിൽ മിക്സ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പാലോ പാലുൽപ്പന്നങ്ങളുടെ കൂടെയോ ഉപയോഗിക്കാതിരിക്കുക. ബി ഹൈഡ്രേറ്റഡ്. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.